ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്ലബ് ഫുട്ബോൾ സീസണായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ പ്രേമികൾ. ഈ ഒരു സീസൺ ആരംഭിക്കുക സൂപ്പർ കപ്പോടായിരിക്കും എന്നുള്ളത് മാർക്കസ് ഫുക്കുലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒക്ടോബർ 25-ന് സൂപ്പർ കപ്പിൽ തുടക്കമാവും. നവംബർ 21-ന് സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ നടക്കുമെന്നായിരുന്നു മാർക്കസ് ഫുക്കുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് FF ശരിവെച്ചുകൊണ്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ക്ലബ്ബുകൾക്ക് സെപ്റ്റംബർ 11-നകം ടൂർണമെന്റിൽ പങ്കെടുക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു AFF ക്ലബ്ബുകളെ അറിയിച്ചിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്ററിൽ. ഇപ്പോൾ സെപ്റ്റംബർ 11 അവസാനിച്ചിരിക്കുകയാണ്. മാർക്കസ് ഫുർഗുലാവിൻ്റെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 4 ക്ലബ്ബുകളുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് ഫുർഗുലാവോ റിപ്പോർട്ട് ചെയ്തത്. മാർക്കസ് ഫുർഗുലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ്, ചെന്നൈയിൻ FC, ഒഡീഷ FC, മുംബൈ സിറ്റി FC എന്നീ ക്ലബ്ബുകൾ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് ഫുർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർക്കസ് ഫുർഗുലാവോ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. ചെന്നൈയിൻ FCയും ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ചില ഉപാധികൾ AFFന് വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മാർക്കസ് ഫുർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ടൂർണമെന്റിനെ കുറിച്ചുള്ള ഒരു സ്ട്രക്ചർ പുറത്തുവിടണം, വ്യക്തത വരുത്തണം എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നീട് എങ്ങനെയായിരിക്കും ചെലവുകൾ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തണം എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് മാർക്കസ് ഫുർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് ബ്രോഡ്കാസ്റ്റ് റേറ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവും കേരള ബ്ലാസ്റ്റേഴ്സ് വ്യക്തത ചോദിച്ചിരിക്കുന്നു AFFനോട്. പിന്നീട് മാർക്കസ് ഫുർഗുലാവോ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, മുംബൈ സിറ്റി FCയും ഒഡീഷ FCയും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് ഫുർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ദിവസങ്ങളിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തു